ആരെ കെട്ടിക്കാൻ ആദ്യം ഗീതു മോഹൻദാസിനോട് ആരെ കെട്ടിക്കാന്ന് ചോദിക്കണം. എന്ത് കോണോത്തിലെ സാധനം എടുത്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു ഓണം പ്ലക്കി വിട്ടു യശും ഗീതു മോഹൻദാസും എല്ലാരും കൂടി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നു 100% എന്റെ എക്സ്പെക്ടേഷൻ നീതി പുലർത്തി. കാരണം കാട്ടവരാതെ എക്സ്പെക്ട് ചെയ്തൊന്ന് കാട്ടവരാതിന്റെ മേലെ നിൽക്കുന്നവരാണ്. ഈ ഇന്റർനാഷണൽ ഡോണിന്റെ പേര് ഡോൺ ഇടാൻ പറ്റിയ പേരാണ് രായൻ. രായൻ ഡോൺ. പരിപാടി ഇത് നാളെ നടക്കും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ. നാളെ ഇത് കട്ട കയറും. ഞാനേ നാട് വിട്ടാലോ എന്നാലോചിക്കാം. നിന്നെ കൂട്ടി കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. യാഷ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാളെ ഫോട്ടോസ് ഒരു സ്ക്രീനിന്റെ സൈഡിൽ കൊണ്ടുവച്ചാൽ പോലും നമുക്കൊരു ഓറ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള യാഷിന്റെ കോമഡി പീസ് ആക്കണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് വേണം. ആ കഴിവ് ഗീതു മോഹൻദാസ് ചേച്ചിക്കുണ്ട്. അസഹനീയം ഡയറക്ടറിന്റെ പണി അറിഞ്ഞൂടാ. കണ്ടന്റ് ഉണ്ട്, പക്ഷെ എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല സിനിമയില്. ഭയങ്കര മോശം ഡബിങ് ആണ് മലയാളം. നമുക്ക് അവസാനമൊക്കെ ആകുമ്പോ അങ്ങ് എന്തോ പോലെ ആയിപ്പോ കൊള്ളത്തില്ല. ഓണം നശിപ്പിച്ചു കളഞ്ഞ് ഒരു ജോക്കർ റെഫറൻസ് ഒക്കെ കൊടുക്കാൻ നോക്കിയത്, പക്ഷെ കോമളത്തരമായി പോയി. ആശനെ കൊണ്ട് പറ്റുന്നില്ല. കോമാളിയാക്കി കൊണ്ടുവന്നു. ആ ഒരു താടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഫുള്ള് കോമളത്തരമായിരുന്നു. ക്ലൈമാക്സ് മൊത്തം കയ്യിൽ നിന്ന് പോയി. എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ.